ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മെൽബൺ കേരള കഫേ. ഇന്നിവിടെ ശനിയാഴ്ചയാണ്. അതുപോരാതെ ഞങ്ങൾക്ക് ഇവിടെ ലോക്ക്ഡൗൺ ആണ്. അതുകൊണ്ട് ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. യൂട്യൂബിൽ ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണിത്, മാഞ്ഞാലി ബിരിയാണി. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് എത്രയും വേഗം പോകാം. അതിനു മുൻപ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഈ മാഞ്ഞാലി ബിരിയാണിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റൈസും ഇതിൻ്റെ മസാലയും നമ്മൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ചിക്കൻ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുണ്ടാക്കുന്നത് ഒരു ചെറിയ വ്യത്യാസത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് അതിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. മാഞ്ഞാലി എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ്. അത് എറണാകുളം ജില്ലയിലാണ്. അവിടെ ഈ ബിരിയാണി വളരെ ഫേമസ് ആണ്. മാഞ്ഞാലി ബിരിയാണി ഉണ്ടാക്കാനായിട്ട് കഴുകി വൃത്തിയാക്കിയ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരുവിധം വലുപ്പമുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ബിരിയാണിക്ക് നമ്മൾ സാധാരണ ഇച്ചിരി വലുപ്പമുള്ള കഷ്ണങ്ങളായിട്ടാണ് എടുക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് നമുക്കിനി നന്നായിട്ട് ഇതൊന്ന് തേച്ച് പിടിപ്പിച്ച് വയ്ക്കാം. അങ്ങനെ നന്നായിട്ട് മസാലയെല്ലാം നമ്മൾ ഇതിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നാരങ്ങാനീരിൻ്റെയും പിന്നെ ആ ചിക്കനകത്തു നിന്നുള്ള ഈർപ്പത്തിൻ്റെയും ഒരു നനവ് മതി ഈ മസാല ഒന്ന് ഇതിനകത്തോട്ട് പുരട്ടിയെടുക്കാനായിട്ട്. ഇനി നിങ്ങൾക്ക് ഇച്ചിരി വെള്ളമയം പോരാൻ തോന്നുവാണെങ്കിൽ ഒരു കൈവെള്ളം ഇച്ചിരി തളിച്ചു കൊടുക്കാം. ഞാനിപ്പം വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നന്നായിട്ട് അങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ ഒന്ന് മൂടി വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ നമുക്കൊരു 1/4 ഭാഗം വേവിച്ചെടുക്കണം. അതിന് ഞാൻ ചൂട് കട്ടിയുള്ള ഒരു പാത്രം, നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പിൽ വെച്ചു. ഗ്യാസ് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിലോ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ്റെ കഷ്ണങ്ങളെല്ലാം അതിലേക്കൊന്ന് പെറുക്കി വയ്ക്കാം. ഇനി തീ നന്നായി കൂട്ടി വെച്ചതിന് ശേഷം 2 മിനിറ്റ് നമുക്ക് ഈ ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഈ എണ്ണയിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഹൈ ഫ്ലെയിമിലിടാൻ മറക്കരുത്. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ 2 മിനിറ്റ് ഇളക്കി കൊടുത്തു. ഇനി ഇപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത് വെച്ച പാത്രം ഒന്ന് കഴുകി ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം ഇതിലോട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇനി ഇത് നമ്മളൊന്നുകൂടെ ഇളക്കിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ കഷ്ണങ്ങളെല്ലാം അതിനകത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം ഇനി ഇത് മൂടി വെച്ച് നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം. നമുക്കിനി ഇതൊന്ന് മൂടി വയ്ക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കാൻ പോകുന്നത്, അത് മറക്കരുത്. അപ്പോൾ നമ്മളിത് മൂടി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതൊന്ന് ഇടയ്ക്കൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് ഇളക്കി കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു ഭാഗം മാത്രം വേവ് കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. 10 മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കനും വെള്ളവും എല്ലാം കൂടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഈ ചിക്കൻ അങ്ങ് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ 1/4 ഭാഗമേ വെന്തിട്ടുള്ളൂ. അതിൻ്റെ ആവശ്യമുള്ളൂ, കൂടുതൽ വെന്തു പോകരുത്. ചിക്കൻ വേവിച്ച് കോരി മാറ്റിയിട്ടുള്ള വെള്ളമാണിത്. ഇതിനെ നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഈ ചിക്കൻ്റെ മസാല തയ്യാറാക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കണം. അതിനാണ് ഇത് നമ്മളിപ്പം മാറ്റി വയ്ക്കുന്നത്. ഇപ്പോൾ നമ്മൾ 1/4 ഭാഗം വേവിച്ച് മാറ്റി വെച്ച ചിക്കൻ നമുക്കിനി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതേ പാനിൽ തന്നെ ആണ് ഞാൻ വറുക്കാൻ പോകുന്നത്. ജസ്റ്റ് ഞാനൊന്ന് ക്ലീൻ ചെയ്തായിരുന്നു ആ പാന്. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ റിഫൈൻഡ് ഓയിലോ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ച ചിക്കൻ്റെ കഷ്ണങ്ങൾ ഓരോന്ന് ഇതിലേക്ക് പെറുക്കി വെച്ച് നമുക്കെല്ലാം ഒന്ന് വറുത്തെടുക്കാം. ഇനി ചിക്കൻ്റെ കഷ്ണങ്ങളെല്ലാം ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് 2 വശവും നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അങ്ങനെ മുഴുവൻ ചിക്കനും നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിന് ചിക്കൻ വറുത്തെടുത്ത അതേ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില, കുറേയേറെ കറിവേപ്പില ഇട്ടാലും നല്ലതാണ്. കറിവേപ്പില ഇട്ട് നമുക്ക് കറിവേപ്പില ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഞാനിത് ഏകദേശം ഒരു 3.5 സവാള ചെറുതായിട്ട് നല്ല കനം കുറഞ്ഞരിഞ്ഞ് സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്.
സവാള ഇനി എണ്ണയിലിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് തന്നെ വഴന്ന് വരണം, എന്നാലേ ഈ മസാലയ്ക്ക് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. സവാള നന്നായിട്ട് വഴന്നാലേ ഇതിന് ടേസ്റ്റ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഈ സവാളയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്കിനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായി പഴുത്തിട്ടുള്ള 3 ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തക്കാളി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തക്കാളി ഇതിനകത്ത് കിടന്നൊന്ന് വഴന്നു വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി കുറച്ചൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്കിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി 2-3 മിനിറ്റ് ഇതൊന്ന് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഏകദേശം 3 മിനിറ്റിന് ശേഷം നമ്മുടെ മസാലയൊക്കെ ഒന്നുകൂടെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾക്ക് പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ചേർക്കുന്നത് 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഈ പൊടിയെല്ലാം കൂടെ ഈ മസാലയ്ക്കകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി ഈ പൊടി നന്നായിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. 2 മിനിറ്റ് വഴറ്റി നമ്മൾ ആ പൊടിയെല്ലാം ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ആ ഗ്രേവി ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ചിക്കൻ്റെ ഗ്രേവി നല്ല ടേസ്റ്റുള്ള സാധനമാണ്. കാരണം ചിക്കൻ്റെ സത്തെല്ലാം അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ആ ഒരു ഗ്രേവിയാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്കിനിയും അരമുറി നാരങ്ങാനീര് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഗ്രേവിക്ക് കൂടുതൽ രുചിയാകാനായിട്ട് ഞാൻ 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. പഞ്ചസാരയും കൂടെ ചേർക്കുമ്പോൾ എല്ലാം നല്ല ബാലൻസായി കിട്ടും. ഉപ്പ്, പുളി, എരിവ് എല്ലാം നല്ല ബാലൻസാണ്. അപ്പോൾ ഗ്രേവി നല്ല സൂപ്പർ ടേസ്റ്റി ആയിരിക്കും. മസാല ഇപ്പം കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിതിനെ കുറച്ചുകൂടെ ഒന്ന് ഗ്രേവി ആക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി, എന്നിട്ട് അതൊരു ചെറിയ തിള വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്കിപ്പോൾ നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുക്കും. 1.5 ടീസ്പൂൺ ഗരം മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനിയും ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ബിരിയാണി മസാല അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ആവശ്യത്തിന് മല്ലിയിലയും ഒരു കുറച്ച് എന്നാ പറയണ്ടേ 1/2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചേർക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനിയും ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്ത് മൂടി വെച്ചത് അങ്ങ് മാറ്റി വെച്ചേക്കാം. റൈസ് തയ്യാറാക്കാനായിട്ട് ഞാൻ 3 കപ്പ് ബസ്മതി അരി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ജീരകശാല, ഗന്ധകശാല ഉണ്ടെങ്കിൽ അത് ഇതിന് ഉപയോഗിക്കാം. അപ്പോൾ നന്നായി കഴുകിയിട്ട് 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ടുള്ള അരിയാണിത്. ചൂട് കട്ടിയുള്ള കുറച്ച് വലുപ്പമുള്ളൊരു പാത്രം ഗ്യാസിൽ വെച്ച് കൊടുത്ത് ഗ്യാസ് ഓൺ ചെയ്തു. അതിലേക്കിനി ഞാൻ ഒഴിക്കുന്നത് 3 ടേബിൾ സ്പൂൺ നെയ്യും 4 ടേബിൾ സ്പൂൺ റീഫൈൻഡ് ഓയിലുമാണ്. എണ്ണയും നെയ്യും ചൂടായി വന്നപ്പോൾ അതിലേക്കൊരു ചെറിയ സവാള അരിഞ്ഞതിട്ട് നമുക്കിതൊന്ന് വറുത്ത് കോരിയെടുക്കാം.
സവാള വറുത്തതെല്ലാം നമ്മൾ ഇതുപോലെ വറുത്ത് കോരിയിട്ടുണ്ട്. മാറ്റി വയ്ക്കാം. ഇനിയും ഇതേ പാത്രത്തിലേക്ക് നമുക്ക് 4-5 ഏലക്ക, 2-3 ഗ്രാമ്പൂ, 2-3 കഷ്ണം കറുവപ്പട്ട, പിന്നെ തക്കോലമുണ്ടെങ്കിൽ അത് വിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ പെരിഞ്ജീരകം മുഴുവനായിട്ട് കടിക്കാൻ കിട്ടുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് വഴറ്റുവാണ്. വെളുത്തുള്ളി ചേർക്കുമ്പോഴത്തേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ ചോറിന്. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അന്നേരം ഇതിലേക്ക് നമ്മളിനി വെള്ളം ഒഴിക്കുക. 4.5 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കാണ്. ചില അരി എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് 1 കപ്പിന് 2 കപ്പ് വെള്ളം വരെ ഒഴിക്കേണ്ടി വരും. അപ്പോൾ അത് നിങ്ങളുടെ അരിയുടെ വേവ് അനുസരിച്ച് നോക്കിയിട്ട് വേണം ചെയ്യാൻ. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ളതാണ് ഒരു ഏകദേശം ശരിയായിട്ടുള്ള ഒരു കണക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. അരി ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നല്ലൊരു തിള വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം അരി ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ ഇനി ലോ ഫ്ലെയിമിലോട്ട് ആക്കിക്കൊണ്ട് നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഒരു ലോ ഫ്ലെയിമിൽ ഇരുന്ന് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കണം. എന്നിട്ട് നമ്മൾ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ. 5 മിനിറ്റിന് ശേഷം ഞാൻ മൂടിയൊന്ന് തുറന്ന് നോക്കി. അപ്പം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിരിപ്പുണ്ട്. പക്ഷേ ഇതിൻ്റെ അടിഭാഗത്ത് കുറച്ച് വെള്ളം കിടപ്പുണ്ട്. അത് സാരമില്ല, നമ്മളിനി ഇത് കുറച്ച് നേരം കൂടെ വേവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുവാണ്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി ഇനി അടുത്ത ഒരു 4 മിനിറ്റ് ചെറിയ തീയിൽ വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുക്കണം. 4 മിനിറ്റിന് ശേഷം നമ്മൾ വീണ്ടും തുറന്ന് നോക്കി. ഇപ്പോൾ കറക്റ്റ് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. കറക്റ്റ് വേവായി വന്നിട്ടുണ്ട്. ക്യാരറ്റിന് അധികം വേവൊന്നുമില്ല, പക്ഷേ ആ 4 മിനിറ്റും കൊണ്ട് ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിനകത്ത് വെള്ളമൊക്കെ പറ്റി നല്ല കറക്റ്റ് പാകത്തിന് നമ്മുടെ റൈസ് റെഡിയായി വന്നിട്ടുണ്ട്. മഞ്ഞാലി ബിരിയാണിക്ക് വേണ്ട റൈസ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുങ്കുമപ്പൂ ഒന്നും ചേർക്കാതെ തന്നെ ചോറിന് നല്ലൊരു മഞ്ഞ കളർ വന്നിട്ടുണ്ട്. നമ്മളത് ക്യാരറ്റ് ചേർത്തത് കൊണ്ടാണ്. ഇനി നമുക്കിതെങ്ങനെയാണ് ഒന്ന് സെർവ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതുപോലൊരു ചെറിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന സവാള ആദ്യം ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിന് ശേഷം നമ്മൾ ഇതിലേക്ക് റൈസ് വെച്ച് സെറ്റ് ചെയ്യുവാണ്. റൈസ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗം നമുക്കൊരു സ്പൂണും കൊണ്ടൊന്ന് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇത് ഒരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി ഇടുവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ മുകൾ വശത്തായിട്ടൊരു പ്ലേറ്റ് വെച്ചിട്ട് നമുക്കതൊന്ന് കമഴ്ത്തിയിടാം. വ്യത്യസ്ത രുചിയിലും വ്യത്യസ്ത രീതിയിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ബിരിയാണി നിങ്ങളെല്ലാവരും വീട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. മറ്റൊരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ്. ടാറ്റാ.